5 minutes later. ആര്യൻ സർ, നിങ്ങളെത്തിയോ? യാ സർ, ഞാന് ചെന്നൈയില് ലൈവ് ഷോ ഉള്ള കാര്യം പറഞ്ഞായിരുന്നല്ലോ. സാറ് പ്രിപ്പയർ ആണെന്നുണ്ടെങ്കിൽ യാ ഐ എം റെഡി. അപ്പൊ സർ ഇന്നെ നമുക്ക് അങ്ങോട്ട് പോവാലോ അല്ലെ? കാരണം നാളെ മോർണിംഗ് തന്നെ ഷോ തുടങ്ങുന്നുണ്ട്. അതാ അതിന്റെ മുന്നേ തന്നെ പോയി അഗ്രിമെന്റ്സിലൊക്കെ സൈൻ ചെയ്യണല്ലോ. അപ്പോ നേരത്തെ തന്നെ പോയാല് ഓക്കെ. അല്ല എങ്ങനെയാ പോകുന്നേ? അത് നമ്മളെ വേണല്ലോ തന്നെ സർ. ഓക്കെ, അപ്പോ ഒരു 7:30 ആവുമ്പം പിക്ക് ചെയ്യാൻ വരാൻ പറയും. അപ്പത്തേക്കും ഞാൻ റെഡി ആയിട്ട് നിക്കാം. ഓക്കെ സർ. അല്ല സാറിനോട് ഇപ്പൊ എങ്ങനെയാ മാഡം പറഞ്ഞ കാര്യം? അയ്യോ അത് വേണോ? സാറിനാണെങ്കിൽ മാഡത്തിന് തീരെ പറ്റത്തില്ല. ഇനിയിപ്പോ മാഡം പറഞ്ഞ കാര്യങ്ങാനും ഞാൻ പറഞ്ഞ വേണ്ട. നല്ലൊരു മൂഡിലിരിക്കുമ്പോ ഞാനായിട്ട് എന്തിനാ വെറുതെ ദേഷ്യം പിടിപ്പിക്കാൻ പോണേ? ദാസ് എന്തെങ്കിലും പറയാനുണ്ടോ? അത് പിന്നെ സർ അത് വന്ന് എന്താണെങ്കിലും മടിക്കാണ്ട് പറ. അത് പിന്നെ സർ മാഡമോ? ഏത് മാഡം? അത് സാറിന്റെ അമ്മ. എനിക്ക് അപ്പോഴേ തോന്നി. സാറിന്റെ മുഖമൊക്കെ മാറി. ഇനി എന്തെങ്കിലും പറയാമെന്ന കാര്യം പറയണ്ട. ഇപ്പൊ തന്നെ പോയേക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ലൈവ് ഷോ ഇപ്പൊ തന്നെ ക്യാൻസൽ ആവും. എന്നോ ഓക്കെ സർ, ഞാന് 7:30 ആവുമ്പം വരാം. ഓക്കെ. എന്നാലും മേരിക്കുട്ടി, നിങ്ങളെ പേരക്കുട്ടിക്ക് എന്തിന്റെ കുറവാ? വേറെ ആരെ പറ്റി? എന്നെ പറ്റിന്നേ? അല്ല എന്തായാലും പറയണോ? പറയുന്നേ. നിങ്ങളെ പേരക്കുട്ടിക്ക് എന്താ കുറവ്? പഠിപ്പില്ലേ, വിദ്യാഭ്യാസം ഇല്ലേ, റിച്ച് ഇല്ലേ, ലുക്കില്ലേ? എന്താ കുറവ്? അല്ലാണ്ടായിട്ട് കാര്യമില്ലല്ലോ. ബുദ്ധി എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതൊട്ടില്ലെങ്കിൽ അതൊരു വലിയ കുറവ് തന്നെയല്ലേ? അതെ മേരിക്കുട്ടി, ആരോടാ സംസാരിക്കണേന്ന് ഓർത്ത് സംസാരിച്ചോ? അച്ചമ്മയാന്ന് നോക്കത്തില്ല പറഞ്ഞേക്കാം. എപ്പോഴും ചോക്ലേറ്റ് മേടിച്ചു തരാനും പുറത്തു കൊണ്ടുപോകാനൊക്കെ ഞാൻ വേണം. എന്നെ പറ്റി ഒക്കെ 2 വാക്ക് പറയാൻ പറ്റത്തില്ല അല്ലേ? പിന്നെ എന്താണ് കൊച്ചാർക്കാ ഞാൻ പറയാ? നീ എന്താ കുറവെന്ന് വെച്ചാ പിന്നെ എനിക്ക് കാണാൻ പറ്റിയ കുറവല്ലേ പറയാൻ പറ്റൂ. പുറമെ കുറവൊന്നുമില്ലെങ്കിലും ഉള്ളിൽ ചെറുതായിട്ട് തകരാറുണ്ടെന്നേ. അത് തുറന്നു പറഞ്ഞതല്ലേ ഉള്ളൂ. അല്ല നിന്റെ അച്ഛമ്മയല്ലേ, അപ്പൊ നിനക്കൊരു നല്ലത് പറയേണ്ടത് എന്റെ കടമയല്ലയോ? തൽക്കാലേ നിങ്ങൾ കടമ ചെയ്യണ്ട കേട്ടാ. അല്ല എന്തുവാ കാര്യം? എന്തേ ഈ വട്ടവും പ്രൊപ്പോസൽ ഫയലായി കാണും അല്ലേ? അങ്ങനെയും പറയാം. അല്ല ഞാനായിട്ട് ആരെയും പ്രൊപ്പോസ് ചെയ്യത്തില്ലെന്ന് മേരിക്കുട്ടിക്ക് എന്നെ അറിയാലോ. ഇങ്ങോട്ടേക്ക് പ്രൊപ്പോസൽ ആന്ന് കരുതിയതാ, പക്ഷേ ഫ്ലോപ്പായി.
അപ്പൊ എപ്പോഴും പോലെ തന്നെ ചേട്ടന് ഓട്ടോഗ്രാഫ് മേടിക്കാൻ വേണ്ടി വന്നതായിരിക്കും അല്ലേ? അതെ മേരിക്കുട്ടി, ചേട്ടൻ ഫേമസ് ആണെങ്കിലും എനിക്കിത് ഇത്ര തലവേദന ഒന്ന് ഞാനൊട്ടും പ്രതീക്ഷിച്ചില്ലെന്നേ. എത്ര എത്ര ഗേൾസാ ഡെയിലി എന്നെ തേടി വരുന്നേ, പക്ഷേ ഓട്ടോഗ്രാഫിനാണെന്നേ ഉള്ളൂ. അല്ല, അതിനുള്ള ഭാഗ്യെങ്കിലും കിട്ടിയല്ലോ, അതന്നെ വലിയ ഭാഗ്യമായിട്ട് കണക്ക് കൂട്ടിയാച്ചാ മതി. അല്ലാന്നുണ്ടെങ്കിലേ ദേ അത് കരുതിയേ എന്നെ അങ്ങനെ കുറച്ച് കാണുന്നു വേണ്ട. എന്റെ കോളേജിലെ ഞാനാ സ്റ്റാർ. ഏത് ഈ ക്രിസ്മസിലൊക്കെ കൊല്ലത്തിലൊരിക്കൽ തൂക്കിയിടുന്ന സ്റ്റാർ ആയിരിക്കും അല്ലേ? മേരിക്കുട്ടിയെ വേണ്ടേ, നിങ്ങൾ ലിമിറ്റ് ക്ലോസ് ചെയ്യുന്നുണ്ട്. ഈ വട്ടത്തെ ഡയറി മിൽക്ക് എങ്ങനെ പോയാ ഞാൻ കുറച്ച് ആലോചിക്കേണ്ടി വരും. എടാ കൊച്ചർക്ക, ഞാനൊരു ബണ്ണിന് വേണ്ടി പറഞ്ഞതല്ലേ, അതൊക്കെ നീ ഇത്ര സീരിയസ് ആക്കേണ്ട കാര്യമുണ്ടോ? എന്റെ മേരിക്കുട്ടി, ബണ്ണല്ല ഫണ്ണ്. ഓ, ബണ്ണോ ഫണ്ണോ എന്തെങ്കിലും ആവട്ടെ. അല്ല, നീ ബാക്കി കാര്യത്തില് ഫോക്കസ് ചെയ്യുന്നതിന് പകരം നിന്റെ ചേട്ടനെ അമ്മേനെ നന്നാക്കാൻ നിനക്കൊന്ന് ശ്രമിച്ചൂടാ. അതൊക്കെ ഫോക്കസ് ചെയ്തേ ഒരുപാട് മടുത്ത് കുറെ ട്രൈ ചെയ്തതാ, നടക്കുമെന്ന് തോന്നുന്നില്ല. അതൊക്കെ നടക്കണമെങ്കിൽ അടുത്ത ജന്മം തന്നെ വേണ്ടി വരും. എനിക്ക് ശരിക്കും ഒന്നാ മനസ്സിലാവാത്തേ, ചേട്ടൻ എന്തുകൊണ്ടാ അമ്മനെ പറ്റാത്തേ? എന്താ ചേട്ടൻ ചെറുപ്പം തൊട്ടേ അമ്മനോട് മിണ്ടാത്തേ? നിന്റെ അച്ഛനെ കല്യാണം കഴിച്ചോണ്ട്, അല്ലാതെ എന്ത്? പക്ഷെ മേരിക്കുട്ടി, ഇതിലെന്ത് തെറ്റ്? ഇത് നല്ലൊരു കാര്യല്ലേ? അമ്മയ്ക്കും ചേട്ടനും കൂടെ അച്ഛൻ പുതിയൊരു ലൈഫ് കൊടുത്തു. ഇതിലെന്ത് തെറ്റ്? ഈ കാരണം കൊണ്ട് എന്തിനാ മിണ്ടാതിരിക്കുന്നേ? നമുക്ക് നല്ലതായിട്ട് തോന്നുന്നുണ്ട്, പക്ഷെ അവൻ എന്താന്ന് അറിയത്തില്ല. അവന് നിന്റെ അമ്മ നിന്റെ അച്ഛനെ കെട്ടി അന്ന് മുതലേ അവൻ അമ്മനോട് മിണ്ടത്തില്ലെന്നേ. എത്രയൊക്കെ അവള് കെഞ്ചി കാല് പിടിച്ചു നോക്കിയിട്ടും അവളോട് കമാന്നൊരു അക്ഷരം മിണ്ടിയിട്ടില്ല. ഇനിയിപ്പോ അവനത് ഉൾക്കൊള്ളാൻ പറ്റാത്ത കൊണ്ടാണോ എന്തോ. ഇവരെ പ്രശ്നമൊക്കെ എന്ന് സോൾവ് ആവോ എന്തോ. എന്തായാലും ഞാൻ ലക്കിയാ, അമ്മനോട് അച്ഛനോട് ചേട്ടൻ മിണ്ടിയില്ലെങ്കിലും എന്നോട് നല്ലോണം മിണ്ടും. അത് മതി എനിക്ക്. ഈന നിന്റെ തള്ള എപ്പോഴും പറയുന്നേ നിനക്ക് സ്വന്തം കാര്യം സിന്താബയാണ്. The next day. അഞ്ജു, നമ്മളിവിടെ ആരെ കാണാൻ വന്നതാ? അത് ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഒരു ഡയറക്ടറെ മീറ്റ് ചെയ്യണമെന്ന്. ഇന്നിവിടെ വെച്ചിട്ടാ ലൈവ് ഷോ നടക്കാൻ പോണെന്നാ പറഞ്ഞേ. അപ്പൊ ഞാൻ മൂപ്പർക്ക് ടെക്സ്റ്റ് അയച്ചിട്ടുണ്ട്, അവരിവിടെ ഉണ്ടെന്നാ പറഞ്ഞേ. എന്തേലും സംസാരിച്ച് നമുക്ക് എന്തെങ്കിലും വേക്കൻസി ഉണ്ടോന്ന് നോക്കാലോ. എടി, ഞാനതിന് ഫാഷൻ ഡിസൈനിങ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ലല്ലോ, പകുതിക്ക് വെച്ച് നിർത്തി പോന്നതല്ലേ. ഇനിയിപ്പോ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ വരുമോ? അതൊന്നും ഒരു വിഷയമല്ല. ഇഷ്യൂ അല്ലെങ്കിലും എക്സ്പീരിയൻസ് ആണല്ലോ മെയിന്. നീ കുറെ ഡിസൈൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ, അതൊക്കെ ഞാൻ എന്റെ ഫോണില് ഫോട്ടോസ് എടുത്ത് വെച്ചിട്ടുണ്ടെന്നേ. അതൊക്കെ ഡയറക്ടർ സാറിന് കാണിച്ചു കൊടുക്കാം. ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്തേലും സെറ്റ് ആവും. എടി, പക്ഷേ ഞാനുള്ള സ്ഥലത്ത് തന്നെ നീയും വേണം. നിനക്ക് ജോബ് കിട്ടില്ലെങ്കിൽ ഞാൻ നിൽക്കത്തില്ല. അങ്ങനെ നോക്കിയാലേ നോക്കി നിൽക്കത്തേ ഉണ്ടാവുള്ളൂ. ഇവിടെ ഏതൊരു ഹീറോയിൻ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു, അവർക്ക് മേക്കപ്പ് ആർട്ടിസ്റ്റിനെ ആവശ്യമെന്ന് പറഞ്ഞിരുന്നു. അഥവാ എന്നെ സെലക്ട് ചെയ്യുവാണെങ്കിൽ ഞാൻ അവിടെ നിൽക്കും. അല്ലാന്നുണ്ടെങ്കിൽ നിനക്ക് മാത്രമാണ് ജോബ് കിട്ടണമെങ്കിൽ ഒന്നും കൊണ്ട് പേടിക്കണ്ടെന്നേ. ജോബ് എവിടെ വേണമെങ്കിലും ആയിക്കോട്ടെ, നമുക്ക് റൂം ഒന്നാക്കിയാ പോരെ. അതാവുമ്പം ഡെയിലി മീറ്റ് ചെയ്യാനും ഒക്കെ പറ്റുന്നേ. എടി, എന്നാലും എനിക്ക് നിന്റെ കൂടെ തന്നെ നിൽക്കണം. അതിനുള്ളതിന് വഴി നോക്കുന്നേ. ഓക്കേ ഈശോ, യു ഡോണ്ട് വറി, ഞാനില്ലേ, നമുക്ക് എന്തെങ്കിലും സെറ്റ് ആക്കാന്നേ. അല്ല, ഡയറക്ടർ സാർ വരാന്ന് പറഞ്ഞിട്ട് ഇത് അയാളെ പിഎ അല്ലേ? ചിലപ്പം ഇവർക്കായിരിക്കോ? എന്തായാലും വരട്ടെ. അഞ്ജലി, ഈശാനി, ഞാന് ജോൺ സാർ പറഞ്ഞിട്ട് വരുവാ. ജോൺ സാറിനെ ഞങ്ങൾ കോണ്ടാക്ട് ചെയ്തിരുന്നേ. ഓ, അത് ശരി. ഞാന് ആര്യൻ സാറിന്റെ പിഎ ആണ്. റോക്സ്റ്റാർ ആര്യന്റെ പിഎ ആണ് ഞാന്. അല്ല, അതാരാ? ചിലപ്പം ഇവളറിയണ ആരെങ്കിലും ആയിരിക്കും. അല്ല, അപ്പൊ ആര്യൻ സാറിനാണോ മേക്കപ്പ് ആർട്ടിസ്റ്റും ഈ പറയുന്ന ഡിസൈനറും വേണമെന്ന് പറഞ്ഞത്? അതെ മാം, ആര്യൻ സാറിന്റെ കോസ്റ്റ്യൂം ഡിസൈനർ ഒരു 2 വീക്സ് ആയിട്ട് ഇല്ല. പിന്നെ വിളിച്ചതിന് ശേഷം ആൾക്ക് വരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞേ. അപ്പൊ ഞങ്ങള് എമർജൻസി ആയിട്ട് തന്നെ ഒരു കോസ്റ്റ്യൂം ഡിസൈനറെ സെർച്ച് ചെയ്തോണ്ടിരിക്കുവായിരുന്നു. അപ്പോഴാ ജോൺ സാറ് നിങ്ങളെ പറ്റി പറഞ്ഞത്. ഇപ്പോ ഷൂട്ടിന് മാത്രം ഇവിടെ വന്നതാ, സാറിന്റെ പ്ലേസ് ഇവിടെയല്ല. ഞാന് സാറിനോട് ജസ്റ്റ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോ ഷോ കഴിഞ്ഞിട്ട് സാറിനെ മീറ്റ് ചെയ്തിട്ട് നേരിട്ട് സംസാരിക്കാം. നിങ്ങൾ എന്തായാലും ഷോ കഴിയണവരെ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്തോളൂ. ഇറ്റ്സ് ഓക്കെ. എന്തായാലും ഷോ കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ കോൺടാക്ട് ചെയ്യാം. സാർ വരുന്ന ടൈമായി, സോ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യൂട്ടോ. ഇവിടെ വെയിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കുഴപ്പമില്ല, നമ്മളെ വാൻ ഉണ്ട്, അതിലിരുന്ന് വെയിറ്റ് ചെയ്താലും മതി. ഓക്കെ. ആര്യൻ സാർ,
Yeah, I'm fine. Security? സർ ഈ വട്ടവും പ്ലാൻ ഫൈൽഡാ